ഹായ് ഫ്രണ്ട്സ്, എക്സാം ജോബ് ഐക്കൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റിന്റെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നിലവിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ 183 ഒഴിവുകൾ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 ട്രാക്ക് മെഷീൻ 28 ഒഴിവുകൾ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്നിങ്ങനെ തുടങ്ങി 6238 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപേക്ഷകൾ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷകൾ അയക്കേണ്ട അവസാന ദിവസം ജൂലൈ 28 ആണ്. 1. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ. ഈ പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് 29,200 രൂപ മാസശമ്പളമായി ലഭിക്കുന്നതാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. 18 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ SC, ST, OBC വിഭാഗക്കാർക്ക് ഏജ് കൺസിഡറേഷനും ഉണ്ടായിരിക്കുന്നതാണ്. നിലവിൽ 183 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2. ടെക്നീഷ്യൻ ഗ്രേഡ് 3. ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് 19,900 രൂപ മാസശമ്പളമായി ലഭിക്കുന്നതാണ്. 18-നും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ SC, ST, OBC വിഭാഗക്കാർക്ക് ഏജ് കൺസിഡറേഷനും ഉണ്ടായിരിക്കുന്നതാണ്. 6,055 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകെ 6,238 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫീ 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. എന്നാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അപ്പിയർ ചെയ്യുന്നവർക്ക് 400 രൂപ റീഫണ്ട് ചെയ്യുന്നതാണ്. കൂടാതെ SC, ST, ഫീമെയിൽ, എക്സ് സർവീസ്മെൻ തുടങ്ങിയ കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അപ്പിയർ ചെയ്യുമ്പോൾ 250 രൂപ റീഫണ്ട് ചെയ്യുന്നതാണ്. ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ സെപ്പറേറ്റ് ആപ്ലിക്കേഷനും ആപ്ലിക്കേഷൻ ഫീയും നൽകേണ്ടതാണ്. റെയിൽവേയുടെ വിവിധ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ: ടെക്നീഷ്യൻ എന്ന പോസ്റ്റിൽ അപേക്ഷിക്കുന്നവർ ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ BSc ഇൻ ബേസിക് സ്ട്രീംസ് ഓഫ് ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നിൽ 3 വർഷത്തെ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗോ എന്നിവയിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സും ITI ഇൻ ഫിൽറ്റർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക് മെക്കട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക് ഡീസൽ അല്ലെങ്കിൽ മെക്കാനിക് അല്ലെങ്കിൽ വെൽഡർ അല്ലെങ്കിൽ മെഷീനിസ്റ്റ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സും മുകളിൽ പറഞ്ഞവയിൽ അപ്രന്റീസ്ഷിപ്പും കഴിഞ്ഞവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3-ൽ 10ാം ക്ലാസ് യോഗ്യതയും വിവിധ പോസ്റ്റുകളുടെ ട്രേഡുമായി ബന്ധപ്പെട്ട ITI അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3-ലെ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. തിരുവനന്തപുരത്തും ജോലി അവസരമുണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 1, ടെക്നീഷ്യൻ ഗ്രേഡ് 3 തുടങ്ങിയ പോസ്റ്റുകളിലേക്കായി 197 ഒഴിവുകളാണ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സിലബസിനായും www.indianrailway.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്